ട്രോംസോന്ന് വിട്ട് ലണ്ടനിൽ ട്രാൻസിറ്റും കഴിഞ്ഞ് നമ്മൾ ഇസ്താൻബുളിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഒരു ഊബറും വിളിച്ച് നമ്മൾ ഹോട്ടലിൽ എത്തി. ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ വെച്ച് നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ എല്ലാം കഴിക്കാൻ. എന്താ പറയുക, അസാധ്യ ഭക്ഷണം. കുറച്ചുകൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹമായിട്ട് നമ്മൾ ഉറങ്ങുന്നത്. ഫോളോയിങ്ങിന് നേരത്തെ എണീച്ച് നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. ഇസ്താൻബുളിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസായ സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള ബ്ലൂ മോസ്ക് കാണാനായിരുന്നു ആദ്യം പോയത്. 8th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഈ ഓട്ടോമൻ സ്റ്റൈലിലുള്ള മോസ്ക് ടർക്കിയിൽ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളിലും ടോപ്പായ അട്രാക്ഷൻസ് ഉണ്ടാകുന്ന സംഭവമാണ്. ആക്റ്റീവായിട്ട് പ്രേയേഴ്സൊക്കെ ഉള്ള ഒരു മോസ്ക് തന്നെയാണ്. പ്രേയേഴ്സ് ഇല്ലാത്ത സമയത്ത് ടൂറിസ്റ്റിനെ കൊണ്ടുപോകും. ഇതിൻ്റെ പുറത്തും അകത്തൊക്കെയുള്ള ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമ സംഭവമാണ്. ഞങ്ങളെല്ലാവരും മന്ത്രടിച്ചു ഇത്രയും കൊല്ലങ്ങൾ മുമ്പ് എങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇസ്താൻബുളിൽ ഇതുപോലെ കുറേ മോസ്കുകളുണ്ട്. അടുത്ത ഏറ്റവും പോപ്പുലറായ അതുകൊണ്ട് ഈ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ ഈ ഒരു മോസ്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സിമിലർ സ്റ്റൈലിലാണ്. അടിപൊളിയായി കണ്ടതിൽ ഭയങ്കര സന്തോഷമായി. മോസ്കൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നമ്മൾ പുറത്തായി. അതിൻ്റെ പുറത്തുള്ള സുൽത്താൻ അഹമ്മദ് പാർക്ക് എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് വെറുതെ വന്നിരിക്കാനും താല്പര്യപ്പെടുന്ന ഒരു ഏരിയയാണിത്. കൂടുതലും ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഷോപ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബ്ലൂ മോസ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പണ്ടത്തെ വേൾഡ് വണ്ടറായ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞ മോസ്ക്. അവിടെ നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ കാണാൻ നല്ല കളർഫുള്ളും നല്ല ലിറ്റായിട്ട് അടിപൊളിയാണ്. നമ്മൾ അടുത്ത നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്ലൂ മോസ്കിൻ്റെ തൊട്ടടുത്തുള്ളൊരു പോപ്പുലർ റെസ്റ്റോറൻറ്റിൽ ഒരു കട്ടൻ ചായ വെച്ച് തുടങ്ങി പലവിധം വിഭവങ്ങൾ ഇങ്ങനെ വന്നു. ഇവിടുത്തെ ഫുഡ് കൾച്ചർ അക്രമമാണ്. ഫുഡിൻ്റെ വെറൈറ്റിയുടെയും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റേൺ ക്വിസീൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഹെവനാണ് ഇസ്താൻബുൾ. വയറും മനസ്സൊക്കെ വീണ്ടും നിറഞ്ഞ് ഇസ്താൻബുളിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങളും നിങ്ങളും കാണാൻ കിടക്കുന്നേ ഉള്ളൂ.